നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് 71.16 പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നത് ശനിയാഴ്ച ഉച്ചയോടെ. പാലക്കാട് ലോക്സഭാ മണ്ഡലം 72.83 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ്. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 72.20. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൂടുതൽ കരുത്തുകാട്ടി മികച്ച വിജയം നേടുമെന്ന് NDA ക്യാമ്പ്. തൃശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും നിയമപരമായി നടപടി പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPI 2ാം സ്ഥാനത്തെത്തുമെന്നും K മുരളീധരൻ. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്ക് ഗർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പോളിംഗ് വൈകിക്കഴിഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിന്റെ ചിത്രം തെളിഞ്ഞു. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്ക് പുറത്തുവന്നത്. സംസ്ഥാനത്ത് ആകെ 71.16% പോളിംഗ് രേഖപ്പെടുത്തി. ശതമാനത്തിൽ ഇത്തവണ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 72.83% രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ് രേഖപ്പെടുത്തി. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ 5-8% പോളിംഗ് കുറവ് വന്നിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 72.20% പോളിംഗ് രേഖപ്പെടുത്തി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ വിജയിക്കുമെന്ന് UDF പട്ടാമ്പി നിയോജകമണ്ഡലം ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. പാലക്കാട് തിരിച്ചുപിടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ വിജയിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി NP വിനയകുമാർ പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ 72.83% പോളിംഗ് രേഖപ്പെടുത്തി. ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. എന്നിരുന്നാലും വിജയപ്രതീക്ഷയിലാണ് മുന്നണി നേതാക്കൾ. പോളിംഗ് ശതമാനം കുറവ് UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് UDF പട്ടാമ്പി നിയോജകമണ്ഡലം ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് VK ശ്രീകണ്ഠൻ്റെ വിജയമുണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനം, ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനം എന്നിവ UDFന് വോട്ടായി മാറുമെന്നും KP വാപ്പുട്ടി STVയോട് പറഞ്ഞു. UDFന് ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ വോട്ടിങ്ങിൽ നടന്ന വളരെ ഒന്നാമത് ചില ബൂത്തിലൊക്കെ വൈകിട്ടാണ് നടന്നിരിക്കുന്നത്. തന്നെയല്ല, അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. പല ആളുകളും ബൂത്തിൽ വന്നിട്ട് 2-3 പ്രാവശ്യം വന്ന് ആളെ ക്യൂ കണ്ടതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് ആളുകൾ വരാതെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ തന്നെ പൊള്ളൈ ബൂത്തിൽ തന്നെ 8 മണിയായിരുന്നു ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അത് ഒരു പ്രധാന കാരണമാണ്. കാരണം ജനങ്ങൾ വന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതില്ല, 6 മണിയാകുമ്പോഴത്തേന് എല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഒരു പ്രധാന കാരണം വോട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, മെഷീൻ്റെ വളരെ കഴിഞ്ഞ തവണത്തെക്കാട്ടും ഭൂരിപക്ഷത്തിന് വിജയിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നന്നായിട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും, യാതൊരു സംശയമില്ല. പോളിംഗ് പ്രവർത്തനം മന്ദഗതിയിലായതിനെക്കുറിച്ചും KP വാപ്പുട്ടി വിമർശിച്ചു. അതേസമയം വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതു നേതാക്കൾ. പാലക്കാട് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ വിജയിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി NP വിനയകുമാർ STVയോട് പറഞ്ഞു. കേരളത്തിൽ ഇടതു തരംഗമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവേകപൂർവമായ ഒരു ജനവിധിയാണ് ഉണ്ടാക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടുള്ളത് എന്നാണ് ഇന്നലെ പോളിംഗ് കേന്ദ്രത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. വോട്ടിംഗ് യന്ത്രം സ്പീഡ് കമ്മിയായത് കാരണം പല ബൂത്തുകളിലും രാത്രിയേറെ വൈകുന്നത് വരെ വോട്ട് നടന്നെങ്കിൽ പോലും മൊത്തം പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ 2019 വളരെ കുറവാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായ പൊതുസ്ഥിതിയാണ് കേരളത്തിലുടനീളം കാണാൻ വേണ്ടി കഴിഞ്ഞത്. പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിന് വിജയരാഘവൻ തെരഞ്ഞെടുക്കപ്പെടും.
2019 നേരിയ കുറവാണ് ഇത്തവണ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന് ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ പൂരം ദിവസമുള്ള പോലീസ് നടപടി മുകളിൽ നിന്നുമുള്ള നിർദ്ദേശമില്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഈ ശവക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം. വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും. ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ, അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ. അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. തൃശൂരിൽ UDF വിജയിക്കുമെന്ന് K മുരളീധരൻ. BJPയുമായി ഡീലില്ലെങ്കിൽ CPM 2ാം സ്ഥാനത്ത് വരും. തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സിനിമാ നടനെ കാണുമ്പോൾ ആളുകൾക്ക് കൗതുകമുണ്ടാകും, എന്നാൽ അതൊന്നും വോട്ടാകില്ല. ഒരിടത്തുപോലും ജയിക്കാത്ത പത്മജയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്നും മുരളീധരൻ പരിഹസിച്ചു. കരുണാകരൻ ഇന്നും സൂര്യ തേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമാണെന്നും അത് നോക്കി ആരും കുരച്ചിട്ട് കാര്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താനുള്ള മറുപടിയായി K മുരളീധരൻ പറഞ്ഞു. ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്കൊരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും, സെൽഫി എടുക്കും. സെൽഫി എടുത്ത് വോട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. അതുകൊണ്ട് കാണാൻ വരുന്നവരും ടാറ്റ കാണിക്കുന്നവരെയൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ? പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും K കരുണാകരൻ്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചുയർന്ന് ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സ്വീകരണമില്ല. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ പഴയത് മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ 2-3 ഗർഡറുകളാണ് മാറ്റുന്നത്. പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഭാരതപ്പുഴയിൽ ആളിയാർ ഡാം തുറന്നതിനാൽ ഏതു നിമിഷവും വെള്ളം വരാനുള്ള സാധ്യതയുമുണ്ട്. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തിഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വോട്ടെടുപ്പിന് ശേഷം പാലക്കാട്, മലമ്പുഴ നിയോജകമണ്ഡലങ്ങളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ഒബ്സർവർമാർ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KP ജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമിലെത്തിച്ച് റൂം സീൽ ചെയ്തു. ഒറ്റപ്പാലം പാലപ്പുറം SRK നഗറിലുള്ള ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ദേശക്കളംപാട്ടിന് ഏപ്രിൽ 30-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റ്ന, എരക്കോട്ടിരി എന്നീ ദേശങ്ങൾ ചേർന്നാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളംപാട്ട് നടത്തുന്നത്. 30-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളം പാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റ്ന ദേശത്തെ മുല്ലക്കൽ ചോപ്പന്മാരെ ദേശക്കളം പാട്ടുപന്തലിലേക്ക് ആനയിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. വാദ്യഘോഷങ്ങളുടെയും ചിനക്കത്തൂർക്കാവ്, നീലിക്കാവ്,
മീറ്റ്ന മുല്ലക്കൽ തറവാട്ടിലെ രാഘവൻ ചോപ്പനാണ് ദേശക്കളമ്പാട്ടിന് നേതൃത്വം വഹിക്കുന്നത്. കൂടാതെ 15 പേർ അദ്ദേഹത്തിന് സഹായത്തിനുമുണ്ടാകും. തുടർന്ന് മെയ് 1 തീയതി രാവിലെ കളംപൂജയോടുകൂടി പാട്ടുചടങ്ങുകൾ ആരംഭിക്കും. 2 രാവിലെ ഉദ്യാസ്തമന പാട്ട്, രാത്രി 9 മണിക്ക് മധുകുംഭം അനുഗമിക്കുന്നതിന് വേണ്ടി ദേശക്കാരും ചോപ്പന്മാരും കൂടി പല്ലാർമംഗലം കൊടുങ്ങയിൽ തറവാട്ടിലേക്ക് പുറപ്പെടും. രാത്രി 11 മണിക്ക് മധുകുംഭം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുമായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. തുടർന്ന് പൂജാതി കർമ്മങ്ങളും പാട്ടും ആരംഭിക്കും. ദേശക്കളമ്പാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങാണ് തെണ്ട് നീക്കൽ. 3 രാവിലെ ഗുരുതി കർമ്മങ്ങൾക്ക് ശേഷമാണ് ദേശക്കളമ്പാട്ടിൻ്റെ പ്രധാന ചടങ്ങായ തെണ്ട് നീക്കൽ ചടങ്ങ് നടക്കുന്നത്. ഭയജന്യമായ തെണ്ട് നീക്കം അവസാനിക്കുക ഭാരതപ്പുഴയിലാണ്. പുഴയിൽ തെണ്ട് സ്ഥാപിച്ച് ശ്രീകുറുമ്പ കോമരത്തിൻ്റെ നേതൃത്വത്തിൽ കാരണവരായ ചോപ്പൻ വെളിച്ചപ്പാടും നീലിക്കാവ്, ചിനക്കത്തൂർക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ കോമരങ്ങളും കൂടി തെണ്ടുവാളുകൊണ്ട് വെട്ടിമുറിച്ച് ഒഴുക്കുന്ന ചടങ്ങാണിത്. ദേശക്കളമ്പാട്ട് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദീപാരാധന, നാഗസ്വരം, തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. 12 വർഷം കൂടുമ്പോഴാണ് ദേശക്കളമ്പാട്ട് നടത്തുന്നത്. ഇതിനു മുൻപ് 2011 ദേശക്കളമ്പാട്ട് നടന്നത്. കളമ്പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പുത്തൻവീട്ടിൽ ശശിധരൻ, ട്രഷറർ കെ ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ സി സൂരജ്, കെ പ്രഹ്ലാദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശക്കളമ്പാട്ട് 2024 ഏപ്രിൽ മാസം 30 തുറന്നുകൊടുക്കുകയാണ്. ചെറുപ്പത്തൂർ തട്ടത്തിൽ മാലപ്പുറം, പല്ലാർമംഗലം, മീറ്റാർകൂട്ടി എന്നീ ദേശങ്ങളാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശക്കളമ്പാട്ട് നടത്തുന്നത്. 30/4/2024 ഉച്ച കഴിഞ്ഞ് 3-ന് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളമ്പാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റിലെ ദേശത്തെ മുല്ലയ്ക്കൽ ചോപ്പന്മാരെ ദേശക്കളമ്പാട്ട് പന്തലിലേക്ക് ആനയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാദ്യാഘോഷങ്ങളോടെയും ചിനക്കത്തൂർ കാവ്, നീലിക്കാവ്, ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 5 വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി കിടന്ന കുളം ശുചീകരിക്കാൻ ഒരുങ്ങി പ്രദേശവാസികൾ. 70 വർഷത്തിലേറെ പഴക്കമുള്ള കല്ലൂർ നടുവിൽമഠം ദേവസ്വത്തിന്റെ 1.5 ഏക്കർ വിസ്തൃതിയുള്ള കല്ലൂർ പഴങ്ങോട്ടുകുളമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശുചീകരിക്കുന്നത്. ശുചീകരണ പ്രവൃത്തികൾക്ക് ശനിയാഴ്ച തുടക്കമായി. 5 വർഷം മുൻപ് വരെ ആയിരക്കണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ചണ്ടിയും ചേറും നിറഞ്ഞ് വെള്ളം മലിനമായതോടെയാണ് കുളിക്കാൻ കഴിയാതെയായത്. ദേവസ്വത്തിൽ വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ ഇതുവരെ കുളം ശുചീകരണവും നടന്നില്ല. മേഖലയിലെ ജലക്ഷാമം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. മങ്കര, കല്ലൂർ, കണ്ണമ്പരിയാരം, കേരളശ്ശേരി എന്നിവിടങ്ങളിലെ 1000-ഓളം കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ഈ കുളം. വേനലിൽ പോലും വറ്റാത്ത കുളമാണിത്. ശുചീകരിക്കാൻ ഏകദേശം 5 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന പ്രതീക്ഷയിലാണെന്നും നാട്ടുകാരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും നേതൃത്വം വഹിക്കുന്ന അഡ്വക്കേറ്റ് വി ശിവരാമൻ FTVയോട് പറഞ്ഞു. നിലവിൽ JCB ഉപയോഗിച്ച് ചെളി കലക്കി പുറത്തേക്ക് തള്ളുകയാണ്. പൂർത്തിയാക്കാൻ 2-3 ദിവസമെടുക്കും. കുറേ വർഷങ്ങളായി തിങ്ങി തീർന്ന് കിടക്കുകയാണ്. പല അധികാര സ്ഥാപനങ്ങളിലും നോക്കിയെങ്കിലും അതൊന്ന് നേരാക്കി കിട്ടാൻ നോക്കിയെങ്കിലും ആരും തന്നെ തയ്യാറാവാത്ത കാരണം ഇവിടുത്തെ സമീപവാസികൾ തന്നെ ഇത് നേരാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് തയ്യാറെടുത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. സുമാർ ഒരു 5 ലക്ഷത്തോളം രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. കുളം ശുചീകരണം കാണാൻ നിരവധി പ്രദേശവാസികളാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഴയില്ലാതെ കേരളം വെന്തുരുകുമ്പോൾ മഴയ്ക്കായി പള്ളിയിൽ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. പത്തിരിപ്പാല മക്ക മസ്ജിദിലാണ് മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും നടന്നത്. പ്രാർത്ഥനകൾക്ക് നജീബ് മാങ്കുർശി നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് 71.16 പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവന്നത് ശനിയാഴ്ച ഉച്ചയോടെ. പാലക്കാട് ലോക്സഭാ മണ്ഡലം 72.83 പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയപ്പോൾ ആലത്തൂരിൽ 72.85% പോളിംഗ്. 2 ഇടങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 72.20. പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കൂടുതൽ കരുത്തുകാട്ടി മികച്ച വിജയം നേടുമെന്ന് NDA ക്യാമ്പ്. തൃശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും ക്രോസ് വോട്ടിംഗ് ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്നും സുരേഷ് ഗോപി. ശവക്കല്ലറയിൽ നിന്ന് വന്ന ആരും തൃശൂരിൽ വോട്ട് ചെയ്തിട്ടില്ലെന്നും
നിയമപരമായി നടപടി പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ UDF വിജയിക്കുമെന്നും BJPയുമായി ഡീൽ നടന്നിട്ടില്ലെങ്കിൽ CPI 2ാം സ്ഥാനത്തെത്തുമെന്നും K മുരളീധരൻ. ഭാരതപ്പുഴയിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുനർനിർമ്മിക്കുന്നത് ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി ഉരുക്ക് ഗർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.